മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്. ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശന വേളയിൽ CPM വയനാട് ജില്ലാ സെക്രട്ടറിയോടുള്ള മമ്മൂട്ടിയുടെ പെരുമാറ്റമാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയില്ലേ? മാറി നിൽക്ക് എന്നായിരുന്നു വൈറലായ വീഡിയോയിൽ മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞത്. മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം എത്തിയപ്പോൾ ഇതെന്താണ് മമ്മൂക്ക ഇങ്ങനെ പെരുമാറിയത്? എന്തൊരു ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന്! ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനും മാത്രം എന്ത് തെറ്റാണ് റഫീഖ് ചെയ്തത്? തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു ഉയർന്നത്. കൂടാതെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സ്വഭാവങ്ങളെ താരതമ്യം ചെയ്തും ചർച്ചകൾ ഉയർന്നിരുന്നു. സംഭവം വൻ വിവാദമായതോടെ പ്രതികരണവുമായി റഫീഖ് തന്നെ രംഗത്തെത്തിയിരുന്നു. തിക്കും തിരക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി ജാഗ്രതയോടെ ഇടപെട്ടതാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവിടേക്ക് വരുന്നവരെ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയൊരു ഇടപെടലാണ് അവിടെ നടത്തിയത് എന്നായിരുന്നു റഫീഖ് വ്യക്തമാക്കിയത്. മമ്മൂട്ടി തന്നെ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തെ അറിയാത്തവരാണ് മോശം പറയുന്നതെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം. മനസ്സിൽ തോന്നുന്നത് ആരോടും തുറന്നു പറയാൻ മടിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രശസ്ത നടനും മലയാളത്തിന്റെ അഭിമാനവുമായ മമ്മൂട്ടി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ സ്വഭാവ സവിശേഷത ഇതുതന്നെയാണ്. മമ്മൂട്ടി സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ, ജീവിതത്തിൽ അഭിനയിക്കാറില്ല. കാള പെറ്റെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന സൈബർ പോരാളികൾക്ക് അത് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. തന്റെ സന്ദർശനം ഒരു ചർച്ചാ വിഷയമാക്കാൻ മമ്മൂട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. ആരാധകരുടെ അമിത സ്നേഹം കലാകാരന് ഒരിക്കലും ശല്യമാകാൻ പാടില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന ഈ റീൽ സംസ്കാരം അഭിലഷണീയമാണോ എന്നുകൂടി ബന്ധപ്പെട്ടവർ ആലോചിക്കണം. ഒരാൾ മനസ്സിൽ കാണുന്നത് പോലെ മറ്റൊരാൾ പെരുമാറണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. സ്വകാര്യതയെ മാനിക്കാൻ ശ്രമിക്കുക എന്നുമായിരുന്നു ശ്രീകുമാരൻ തമ്പി കുറിച്ചത്. മമ്മൂട്ടിക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനം തികച്ചും സദുദ്ദേശത്തോടെ ഉള്ളതായിരുന്നുവെന്നും അദ്ദേഹത്തെ പോലൊരു മഹാനടനെതിരെ നടന്ന പ്രചരണങ്ങൾ നിർഭാഗ്യകരമാണ്. CPIMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ സൈബർ ആക്രമണത്തിന് പിന്നിലുണ്ടെങ്കിൽ പാർട്ടിക്ക് വേണ്ടി താൻ പരസ്യമായും ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സന്ദർശന വേളയിൽ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മാറി നിൽക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. മമ്മൂട്ടിയെ അപമാനിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ലായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.